ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു അടിപൊളി ട്രിക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മളിപ്പോൾ 4-5 വർഷമായിട്ടൊക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് ലൈക്ക് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ ഏത് പോസ്റ്റിനാണ് നമ്മൾ ആദ്യം ലൈക്ക് ചെയ്തതെന്ന് എങ്ങനെ അറിയാൻ പറ്റും. അടിപൊളി ട്രിക്കാണ്. വീഡിയോ മുഴുവനും കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ കൂടുതൽ സമയങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യം നമുക്ക് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷനകത്ത് നമുക്ക് വലത് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ 3 ലൈൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ബട്ടൺ കാണാൻ പറ്റും. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ സെർച്ച് ചെയ്യാം മാനേജ് ലൈക്സ്. അപ്പോൾ മാനേജ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ മാനേജ് കമൻറ്റ്സ്, മാനേജ് ലൈക്സ്, ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇതേപോലെ ഓപ്ഷൻസ് കാണിക്കുന്നില്ലെങ്കിൽ മുഴുവനായിട്ട് മാനേജ് ലൈക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് മാനേജ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. മാനേജ് ലൈക്സ് ഓപ്ഷന് സെലക്ട് ചെയ്യാം. കമൻറ്റ്സ് ആണെങ്കിൽ കമൻറ്റ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ലൈക്ക് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് മുതലുള്ളതാണ് ഇവിടെ കാണുന്നുള്ളത്, ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ്. അപ്പോൾ നമുക്ക് എല്ലാം ഇവിടെ കാണാം. അപ്പോൾ ഇനി നമുക്കിവിടെ സോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോർട്ട് ആൻഡ് ഫിൽറ്റർ ഇവിടെ റൈറ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുത്തിട്ട് ആ ഡേറ്റിലുള്ള ഫോട്ടോകളും അല്ലെങ്കിൽ പോസ്റ്റുകൾ കാണാൻ പറ്റും. അതല്ലാതെ സോർട്ട് ബൈ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ ന്യൂവസ്റ്റ് ഓൾഡസ്റ്റ് ആണുള്ളത്. അത് നമുക്ക് ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, എന്നിട്ട് താഴെ അപ്ലൈ എന്ന ബട്ടണിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഏറ്റവും ആദ്യം ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് ചെയ്ത പോസ്റ്റ് ഒരു ഫോട്ടോയാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ ഫോട്ടോ. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്കോട്ട് വരാം. ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഞാൻ ലൈക്ക് ചെയ്ത ഫോട്ടോ കാണാം. അപ്പോൾ അതേ കൂട്ടുകാരൻ തന്നെ 2 ഫോട്ടോ ഇട്ടിരുന്നു. ഇത് 3-മതായിട്ട് ഞാൻ ലൈക്ക് ചെയ്ത ഫോട്ടോയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ പോസ്റ്റും നമ്മൾ ആദ്യം മുതൽക്കേ നമുക്ക് കാണാൻ പറ്റും. ആദ്യം ലൈക്ക് ചെയ്തതും രണ്ടാമത് ലൈക്ക് ചെയ്ത പോസ്റ്റുകളൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് കമൻസും ആദ്യം നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ആദ്യം ചെയ്ത കമൻറ്റും അറിയാൻ പറ്റും. നമുക്ക് ലാസ്റ്റ് ചെയ്ത കമൻറ്റ് ലൈക്കൊക്കെ ഈസി ആയിട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ സംഭവം നമുക്ക് അവിടെ മാനേജ് ലൈക്സിന് പകരം മാനേജ് കമൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോ. ബൈ ബൈ.